നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കാഞ്ഞിരക്കോട് മിനി നഗറിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. പ്രദേശത്ത് തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരക്കോട് മിനി നഗർ സ്വദേശിയായ ക്രിസ്വിൻ എന്ന വിദ്യാർത്ഥിയാണ് തെരുവുനായ്ക്കളുടെ പിടിയിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂരിൽ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് SFI തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാനത്ത് PM ശ്രീ നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കലാലയങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു AISF DEO ഓഫീസിലേക്ക് അവകാശ പത്രിക മാർച്ച് നടത്തിയത്. ട്രെയിനിൽ TTEക്കെതിരെ യുവതിയുടെ മർദ്ദനം. ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയാണ് TTE സുജിത്തിനെ മർദ്ദിച്ചത്. ഫറോക്കിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു യുവതി. ജോലി തടസ്സപ്പെടുത്തിയെന്നും മുഖത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്നും അപമര്യാദയായി പെരുമാറിയെന്നും കാണിച്ചാണ് TTE പരാതി നൽകിയത്. അതേസമയം ടിക്കറ്റ് പരിശോധിക്കാൻ തന്നെ അസഭ്യം വിളിച്ചെന്നും മർദ്ദിച്ചെന്നും കാണിച്ച് യുവതിയും പോലീസിൽ പരാതി നൽകി. തെക്കുംകര പഞ്ചായത്തിലെ വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് അഴിമതി മൂലമാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി VJ ജമാൽ രംഗത്ത്. ഡാമിലെ സോളാർ പാനൽ കളവ് പോയതിലും ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതിലും അധികാരികൾ മൗനത്തിലാണെന്നും ഇത് സംബന്ധിച്ച് ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും VJ ജമാൽ ആവശ്യപ്പെട്ടു.